ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 4ാമത്തെ പാഠഭാഗമായ അരിഥമാറ്റിക് ഓഫ് പാർട്സ് ആണ്. അതിൽ ആദ്യത്തെ പേജ് നമ്മൾ മുഴുവൻ ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമുക്ക് ആദ്യം പേജ് നമ്പർ 50-ലെ പ്രോബ്ലംസ് നോക്കാം. In each of the pictures below, write the parts of each color and the total colored parts as fractions. Write the sum of fractions got from each picture in lowest terms. അപ്പം നമ്മൾ ഈ ചിത്രം കണ്ടല്ലോ, ഇതിൽ ഷെയ്ഡ് ചെയ്ത ഭാഗം എത്രയാണെന്ന് എഴുതാനാണ്. പിന്നെ അത് തമ്മിൽ കൂട്ടിയിട്ട് പ്ലസ് ചെയ്തിട്ട് എഴുതാനും, പിന്നെ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനും. ഇങ്ങനെ 3 ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇത് എത്ര പാർട്സ് ഉണ്ടെന്ന് നോക്കാം. ഈ കളർ എത്ര പാർട്സ് ഉണ്ട് നോക്കാം. ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ എത്ര ഭാഗം ഉണ്ടെന്ന് നമ്മൾ എണ്ണണം. 1 2 3 4 5 6 7 8. ഓക്കെ, 8 ഭാഗങ്ങളാണുള്ളത്. മൊത്തത്തിൽ എത്ര ഭാഗങ്ങളുണ്ട്? മൊത്തത്തിൽ 8 ഭാഗങ്ങളാണുള്ളത്. അതിൽ ഈ കളറുള്ളത് എത്രയാണ്? 1 2 3. അപ്പോൾ 8-ൽ 3/8 അല്ലേ? അപ്പം 3/8 ആണ് ദിസ് കളർ ഉള്ളത്. ഇനി നമുക്ക് ഈ കളർ നോക്കാം. ഇത് എത്രയാണ്? 8-ൽ 1 ഭാഗമേ ഉള്ളൂ. അപ്പം നമുക്ക് 1/8 എന്ന് എഴുതാം. 3/8ഉം 1/8ഉം. ഇനി ഇത് ടോട്ടൽ പാർട്ട് നമ്മൾ എഴുതണം. അപ്പോൾ ടോട്ടൽ പാർട്ട് എത്രയാണ്? നമുക്ക് ഇവിടെ എന്തെഴുതാം? 3/8 പ്ലസ്, ഇവിടെ നമ്മൾ എഴുതേണ്ടതാണ് 3/8 പ്ലസ് 1/8. അപ്പോൾ 3ഉം 1ഉം എത്രയാണ്? 4 ആണ്. 4/8. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 4/8 ആണ്. നമ്മുടെ ആൻസർ എത്രയാണ്? ആദ്യത്തെ ആൻസർ 4/8 പാർട്ടാണ്. പക്ഷേ ഇതിനെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ലോവസ്റ്റ് ടേമിലാണ് എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 4/8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? 4-ലും 8-ലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? 4 ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ നമുക്ക് 4 എന്ന് എഴുതാം. 4/4. ഓക്കെ, ഇനി 4നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 4 കിട്ടുക? 1 ആണ്. 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 8 കിട്ടുക? 2 ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഏതാണ്? 1/2. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 1/2 ആണ്. അപ്പോൾ 4/8ൻ്റെ സിംപ്ലസ്റ്റ് ഫോം ഏതാണ്? 1/2. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം നമുക്ക് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം ചെയ്ത് നോക്കാം. രണ്ടാമത്തേത് ഇതാണ്. അപ്പോൾ ആകെ എത്ര ഭാഗമാണെന്ന് നമ്മൾ ആദ്യം എണ്ണണം. അപ്പോൾ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ആകെ എത്ര പാർട്ടാണുള്ളത്? 10 പാർട്ടാണുള്ളത്. അതിൽ കളർ ചെയ്തിരിക്കുന്നത് എന്താണ്? യെല്ലോ കളർ എത്രയാണ്? അപ്പോൾ 1/10 ആണ് നമുക്ക് ദിസ് കളർ ഉള്ളത്. ഇനി റെഡ് കളർ എത്ര നോക്കാം. ഇവിടെ 10 ആണ് മൊത്തത്തിലുള്ളത്. റെഡ് കളർ 1 2 3. അപ്പം 3. അപ്പോൾ 3/10 നമുക്ക് എഴുതാം. ഇനി നമ്മൾ ഇത് രണ്ട് ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ 1/10 പ്ലസ് 3/10 എത്രയാണ്? 1/10 പ്ലസ് 3/10 എത്രയാണ്? 4/10 ആണ്. അപ്പോൾ 4/10 പാർട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മളിതിനെ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ 4-ലും 10-ലും കോമൺ ആയിട്ട് പോകുന്നത് എന്താണ്? 2 ആണല്ലേ? അപ്പോൾ നമുക്ക് 2 എന്ന് എഴുതാം. ഓക്കെ, 4-ൽ 2 എത്ര ടൈംസ് പോകും? 2 ടൈംസ്. 10-ൽ 2 എത്ര ടൈംസ് പോകും? 5 ടൈംസ്. അപ്പോൾ നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഏതാണ്? 2/5 ആണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്താണ്? 2/5. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് എത്രയാണ്? 2/5. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതും ഇതേപോലെ തന്നെ കളർ തന്നു. അപ്പോൾ മൊത്തത്തിൽ എത്ര കളറാണെന്ന് നമ്മൾ എണ്ണണം, എത്ര പാർട്ട് ഉണ്ടെന്ന്. ആദ്യം എത്ര ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 8. 8 പാർട്ടാണ് ഉള്ളത്. ഓക്കെ, 8 ആണുള്ളത്. ഇതിൽ 2 കളറാണ് നമുക്ക് എഴുതേണ്ടത്. ദിസ് കളർ 1 2 3. അപ്പോൾ 3/8 എന്ന് എഴുതാം. ആദ്യത്തെ എത്രയാണ്? 3/8. ഇനി രണ്ടാമത്തേത് നമുക്ക് എത്രയാണെന്ന് നോക്കാം. ഇതും അതേപോലെ തന്നെ 3/8 ആണ്. ഓക്കെ, 3/8. ഇനി ഇത് ടോട്ടൽ എത്രയാണ്? 3 + 3 എന്ന് പറയുന്നത് എത്രയാണ്? 3 + 3 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6/8. ഓക്കെ,
6/8 ആണ്. ഇനി ഈ 6/8നെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലാക്കണം. 6ലും 8ലും കോമൺ ആയിട്ട് പോകുന്നത് 2 ആണ്. അപ്പോൾ 6 എന്ന് പറയുമ്പം 2 കൊണ്ട് 2നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 6 കിട്ടുക? 3 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 6 കിട്ടുക. അതേപോലെ തന്നെ 8 കിട്ടണമെങ്കിൽ നമ്മൾ 2നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 3/4 ആണ്. അപ്പോൾ 3/4 എന്ന് നമുക്ക് ഇവിടെ എഴുതാം. 3/4 പാർട്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ മൊത്തത്തിൽ എത്ര പാർട്ട് ഉണ്ടെന്ന് നമ്മൾ എണ്ണണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. അപ്പോൾ 16 പാർട്ടാണ്. അതിൽ ദിസ് കളർ എത്ര നോക്കും? 1 2 3 4 5. അപ്പോൾ നമുക്ക് 5/16 എഴുതാം. ദിസ് കളർ എത്ര നോക്കാം? 1 2 3 4 5 6 7. അപ്പം 7/16 എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് രണ്ടും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 5/16ഉം 7/16ഉം ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 5 + 7 അറിയാമല്ലോ, എത്രയാണ്? 12 ആണ്. 12/16 നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 12ഉം 16ഉം എടുക്കുകയെന്ന് വെച്ചാൽ 12ലും 16ലും കോമൺ ആയിട്ട് പോകുന്നത് ഏതാണ് നമ്പർ എന്നറിയോ? അപ്പോൾ ഏതാണ്? 12ലും 16ലും പോകുന്ന 4 ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് 4 ഇവിടെ 4/4 എന്ന് എഴുതി. ഇനി നമ്മൾ 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 12 കിട്ടുക? 3 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക. അതേപോലെ 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 16 കിട്ടുക? 4 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 16 കിട്ടുക. അപ്പോൾ നമ്മുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഏതാണ്? 3/4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3/4 എന്ന് ഇവിടെ എഴുതാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് പേജ് നമ്പർ 50ലെ 4 പ്രോബ്ലംസ് ആണ്. ഇനി നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 56ലെ പ്രോബ്ലംസ് ആണ്. 56ഉം 57ഉം ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പേജ് 56ലെ പ്രോബ്ലം നോക്കാം. നമ്പർ 56ലെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ഇൻ ഈച്ച് പെയർ ഓഫ് പിക്ചേഴ്സ് ബിലോ ഫൈൻഡ് ദ ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ വി ഗെറ്റ് ബൈ കട്ടിംഗ് അപ്പ് ദ കളേർഡ് പീസസ് ഓഫ് ബോത്ത് സർക്കിൾസ് ആൻഡ് പുട്ടിംഗ് ദം ടുഗദർ. അപ്പോൾ നമ്മളിവിടെ 2 സർക്കിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ രണ്ടിൻ്റെയും ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. അതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? അവ നമ്മൾ കൂട്ടിയാൽ എത്ര കിട്ടുന്നു? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ജസ്റ്റ് ആഡ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് എത്രയാണെന്ന് നോക്കണം. ഈ സർക്കിളിൽ എത്രയാണെന്ന് നോക്കണം. ഇത് നിങ്ങൾക്കറിയാലോ, ഇത് മൊത്തത്തിലുള്ള പാർട്ട് ആദ്യം നമ്മൾ നോക്കണം. 1 2 3 1 2 3. അപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗം 1 ആണ്. ഇനി ഇൻ ദ കേസ് ഇത് സെക്കൻഡ് വണ്ണിൽ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ ഇവിടെ എത്ര ഉണ്ട് നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 പാർട്ടുണ്ട്. പക്ഷേ അതിൽ ഷെയ്ഡ് ചെയ്തത് എത്രയാണ്? 1 2 3 4 5 പാർട്സ് ആണ് എന്താണ് ഇവിടെ ഷെയ്ഡ് ചെയ്തത്. ഇനി നമ്മളോട് ഇത് രണ്ടും എന്താണ് കൂട്ടി യോജിപ്പിക്കാനാണ് പറഞ്ഞത്. പുട്ടിംഗ് ദം ടുഗദർ എന്ന് പറഞ്ഞാൽ കൂട്ടാനാണ്, ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം? 1/3, അതായത് ഈ കോളത്തിൽ നിങ്ങൾ 1/3 + 5/12 എഴുതണം. അപ്പോൾ 1/3 + 5/12 നമ്മൾ ആഡ് ചെയ്യണം. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ ഡിനോമിനേറ്റർ ഈക്വൽ ആയിരുന്നു, പക്ഷേ ഇതിൽ വ്യത്യസ്തമാണ്. ഇതിൽ രണ്ട് സംഖ്യകളാണ്, നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഈക്വൽ ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ LCM കാണും. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതായത് നമുക്കിപ്പോൾ കാണേണ്ട നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3യും എന്താണ് 12ഉം ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 3യും 12ഉം ഇങ്ങനെ എഴുതുകയാണ്. 3യും 12ഉം 3ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ 3 6 9 12. 12ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ 12 24 36 48 ഇങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് ഏതാണ്? 12 ആണല്ലേ. അതായത് ഏറ്റവും ചെറിയ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 12 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1/3 ആണ് ഇതിൽ നമുക്ക് 12ലേക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്. അപ്പം 1/3 + 5/12 ആണല്ലോ നമ്മുടെ ക്വസ്റ്റ്യന്. അപ്പോൾ ഇവിടെ 12 ഓൾറെഡി
ഉണ്ട് അല്ലേ, 12 ഓൾറെഡി ഉണ്ട്. ഇനി നമ്മൾ 1/3നെയാണ് 12ലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ 12 കിട്ടണം. ഇവിടെ 12 കിട്ടണമെങ്കിൽ നമ്മൾ 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 12 കിട്ടുക? നമുക്ക് 3നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 12 കിട്ടുക. അപ്പോൾ 3 × 4 12. അപ്പോൾ നമ്മുടെ ഈ ഫ്രാക്ഷൻ്റെ കേസിൽ വരികയെന്ന് വെച്ചാൽ നമ്മൾ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററേയും ഒരേ നമ്പർ കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. ഇവിടെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമ്മളിതും 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം, എന്നാലേ അത് ഒരു ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷനായി മാറുള്ളൂ. അപ്പോൾ 1 to 4, 1 × 4 4. അപ്പോൾ എത്രയാണ്? 4/12. അപ്പോൾ നമുക്ക് ഈ 1/3ൻ്റെ പ്ലേസിൽ എന്തെഴുതാം? 4/12 + 5/12. ഇവിടെ ഞങ്ങൾ കണ്ടല്ലോ, ഇവിടെ ഇത് രണ്ടും ഈക്വലായി. ഇനി നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്യാനുള്ളൂ 9/12 എന്ന് നമുക്ക് എഴുതാം. പക്ഷേ ഇവിടെ കൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യന് ആൻസർ പൂർണ്ണമായിട്ടില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഏത് പ്രോബ്ലം ചെയ്യാൻ വെച്ചാൽ എക്സാമിൻ ചെയ്യാൻ വെച്ചാൽ നമ്മൾ അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ഫോമിൽ നമ്മൾ എഴുതണം. ഇവിടെ 9/12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ ലോവസ്റ്റ് ഫോം. അത് എങ്ങനെ മനസ്സിലാക്കാം നമുക്ക്? 9ഉം 12ഉം ആണല്ലേ. അപ്പോൾ നമുക്കറിയാം ഇതിൽ കോമൺ ആയിട്ട് പോകുന്ന സംഖ്യകളൊക്കെ നമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ 9 12 എന്ന് പറയുമ്പം നമ്മൾ 9/12 ഇവിടെ 9/12നെ ഏറ്റവും ലോവസ്റ്റ് ഫോമിലാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9ലും 12ലും കോമൺ ആയിട്ട് പോകുന്ന നമ്പറാണ് 3 അല്ലേ. നമ്മൾ 1 എടുത്താൽ പോവാത്ത നമ്മൾ കൂട്ടണ്ട, 2 പോവില്ല, 3 ആണ് നമുക്ക് പിന്നെ കോമൺ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഈ 3/3, അപ്പോൾ ഈ 9ൽ 3 എത്ര ടൈംസ് പോകും? 3 ടൈംസ് ആണ് പോവുക. 12ൽ 3 എത്ര ടൈംസ് പോകും? 4 ടൈംസിലാണ് പോവുക. അപ്പോൾ നമ്മുടെ ഏറ്റവും സിമ്പിളസ്റ്റ് ഫോം, ഇതിനെ ഇനി നമുക്ക് ഒന്നിലും കട്ട് ചെയ്യാനോ ഒന്നിലും ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് ദ ലോവസ്റ്റ് ഫോം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 3/4 ആണ്. നമ്മുടെ ആൻസർ എത്രയാണ്? ആദ്യത്തേൻ്റെ 3/4 ആണ്. അത് എങ്ങനെയാണ് വന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതിനെ എഴുതി. അപ്പോൾ നമുക്ക് 1/3 ആണ്, 5/12 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 12ലേക്ക് രണ്ടും ഒരേ നമ്പർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 12നെ നമ്മൾ 12ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ 3നെ 12ലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? 4/12 ആണ്. പിന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്തു? നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്തു. ഇനി ആദ്യം ചെയ്യേണ്ടത് എത്ര പാർട്ട് ഉണ്ട് നോക്കാം. 1 2 3 4 5 6 പാർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് 6 എന്ന് എഴുതാം. ഇവിടെ എത്രയാണ്? 1 പാർട്ടാണ് ഉള്ളത്. ഇനി ഇവിടെ നോക്കൂ, 1 2 3 4 പാർട്ടേ ഉള്ളൂ. അതിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 1 2 3. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. 1/6ഉം കിട്ടി, 3/4ഉം ചെയ്തു. 1/6 + 3/4. ഇനി നമുക്ക് ഇതിനെ രണ്ടിലും ആഡ് ചെയ്യണം. 1/6ഉം 3/4ഉം ആഡ് ചെയ്യാൻ എന്താണ്? നമുക്ക് ഇത് 6ഉം 4ഉം എന്താണ്? ഡിഫറെൻ്റ് ആണല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കാനുള്ള വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ LCM ലീസ്റ്റ് മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് റഫായിട്ട് ഇവിടെ എഴുതാണ്, അത് കാണാൻ വേണ്ടിയിട്ട്. 6 12 അങ്ങനെ 24 ഇങ്ങനെയാണ് 6ൻ്റെ മൾട്ടിപ്പിൾസ് പോകുന്നത്. 4ൻ്റെ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ 4 8 12 16 അങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്കിവിടെ രണ്ടിലും കോമൺ ആയിട്ട് കാണുന്ന ഏതാണ്? 12 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തിലേക്കാണ് ഇനി കൺവേർട്ട് ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഇതിനെ രണ്ടിനെയും 12ലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അത് 12ലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/6 ആണ്. 1/6നെ നമുക്ക് 12ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 6നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 12 കിട്ടുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 12 കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1നെയും 2 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 2/12 ആണ്. എത്ര കിട്ടുന്നത്? 2/12 ആണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു മെത്തേഡ് ഇതിൽ അപ്ലൈ ചെയ്യുക. 3/4. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് 12 ആണ് നമുക്ക് നമ്പർ ആക്കേണ്ടത്. അപ്പോൾ നമ്മുടെ 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക? 3 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 12 കിട്ടുക. അപ്പോൾ നമ്മൾ എന്താണ്? ഈ മേലുള്ള 3നെ നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് 9/12 കിട്ടും. ഇപ്പോൾ നമുക്ക് കിട്ടിയല്ലോ. 1/6നെയും 3/4നെയും നമ്മൾ ഒരേ ഇതുള്ളത് ആക്കി, ഒരേ നമ്പർ ആക്കി 12. അപ്പോൾ നമ്മൾ സെയിം ഡിനോമിനേറ്റർ ആക്കി. ഓക്കെ,
അപ്പോൾ സെയിം ഡിനോമിനേറ്റർ ആക്കിയാൽ ഇനി നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് ആഡ് ചെയ്താൽ മതി അല്ലേ. 2 + 9 എന്ന് പറയുമ്പം ദാറ്റ് ഈസ് എത്രയാണ്? 2 + 9 എന്ന് പറയുന്നത് എത്രയാണ്? 2 + 9 എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണല്ലേ. 11/12. ഓക്കെ, അപ്പോൾ 11/12 നമുക്കറിയാം. ഇതിന് നമുക്കൊന്നും ലോവസ്റ്റ് ഫോമാണ്, ഇത് ഓൾറെഡി ലോവസ്റ്റ് ഫോമാണ്. ഇതിന് നമുക്ക് ഇനി ലോവസ്റ്റ് ഫോം ആക്കാനില്ല. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 11/12. അപ്പോൾ മനസ്സിലായല്ലോ. ആദ്യം നമുക്ക് എന്ത് കിട്ടി? ഷെയ്ഡ് ചെയ്ത ഫോം 1/6ഉം 3/4ഉം ആണ്. ഇതിനെ നമ്മൾ ഒരേപോലുള്ള ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയിട്ട് 12ലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ നമ്മൾ 12ലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 2/12ഉം അതേപോലെ തന്നെ 9/12ഉം കിട്ടി. അത് നമ്മൾ കൂട്ടിയപ്പോഴാണ് നമുക്ക് 11/12 കിട്ടിയത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നല്ല അട്രാക്റ്റീവ് കളറാണല്ലേ. അപ്പം നമുക്ക് നോക്കാം. നമുക്കിത് എണ്ണി നോക്കാം. 1 2 3 4 5 ആണുള്ളത്. എത്ര പാർട്ടുണ്ട്? 1 2 3 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് 3/5 എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് 1 2 3 4 5 6 7 8. ഓക്കെ, 8ൽ എത്ര പാർട്ടുണ്ട്? 1 2 3. ഓക്കെ, അപ്പോൾ ഇവിടെ 3/5 ആണ്, 3/8 ആണ്. ഇവിടെയും നമ്മളുടെ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിന് ഈക്വൽ ആക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 5ൻ്റെ മൾട്ടിപ്പിൾസ് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. 5 10 15 20 25 30 35 40. ഓക്കെ, ഇനി 8ൻ്റെത് എഴുതി നോക്കാം. 8 16 24 32. ഓക്കെ, ദെൻ 40. അപ്പോൾ നമ്മളിവിടെ കാണുന്ന കോമൺ ആയിട്ട് 40 മാത്രമേ ഉള്ളൂ. അപ്പോൾ 8ൻ്റെയും 5ൻ്റെയും ഡിനോമിനേറ്റർ എന്താണ്? 40യിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ഈക്വൽ ആക്കിയിട്ടുള്ളത് 40 ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. നമുക്ക് 3/5ഉം 3/8ഉം ആണ്. അത് നമുക്ക് 40യിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. 3/5 എന്ന് പറയുമ്പോൾ 40യിലേക്ക് കൺവേർട്ട് ചെയ്യണം ഡിനോമിനേറ്ററിന്. അപ്പോൾ 40 കിട്ടണമെങ്കിൽ 5നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 8 കൊണ്ട് ഇൻറ്റു ചെയ്യണം. സെയിം നമ്മൾ ന്യൂമറേറ്റർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, 3 × 8 24. ഇനി അടുത്ത 3/8 നോക്കാം. 3/8 എന്ന് പറയുന്നത് 40 വരുന്നത്. അപ്പോൾ നമ്മൾ 8നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. സെയിം നമ്മൾ മേലെ ന്യൂമറേറ്ററിനെയും നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് 15 ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3/5ന് ഈക്വൽ ആയിട്ട് എന്ത് കിട്ടി? 24/40 കിട്ടി. അതേപോലെ 3/8ന് ഈക്വൽ ആയിട്ട് 50/40 കിട്ടി. ഓക്കെ, ഇനി വേറെ ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, 39 കിട്ടി. 39/40. ഓക്കെ, 39/40 ആണ് നമ്മൾ രണ്ട് സർക്കിൾസിനെ കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്കിനി സിംപ്ലിഫൈ ചെയ്യാൻ കഴിയൂല. അപ്പം കഴിയുന്നതിനെ മാത്രം നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ നമ്മളുടെ 39/40. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പ്രോബ്ലംസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പേജിൻ്റെ തന്നെ വേറൊരു കാൽക്കുലേറ്റ് ദ സംസ് ഗിവൺ ബിലോ. അതിൽ നമുക്ക് എത്ര പ്രോബ്ലംസ് ഉണ്ട്? നമുക്ക് 5 പ്രോബ്ലംസ് ഉണ്ട്. അത് നമുക്കിനി അടുത്തതായിട്ട് ചെയ്യാം. അതിലെ രണ്ടാമത്തെ പ്രോബ്ലമാണ് ഇന്ന് നോക്കുന്നത്. രണ്ടാമത്തെ പ്രോബ്ലം ഇതാണ്. കാൽക്കുലേറ്റ് ദ സം ഗിവൺ ബിലോ. ഓക്കെ, ഈ തന്നിരിക്കുന്നതിൻ്റെ സംസ് കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം 1/4 പ്ലസ് 1/8. അപ്പം ഡിഫറെൻറ്റ് ഡിനോമിനേറ്ററാണ്. ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. 4ഉം 8ഉമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് ചെയ്യും? നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എടുത്ത് എഴുതാണ്. 1/4 പ്ലസ് 1/8. അപ്പോൾ 4ഉം 8ഉം ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡിനോമിനേറ്റർ ആക്കാൻ നമ്മൾ LCM കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് 4ൻ്റെ മൾട്ടിപ്പിൾസ് പറയാൻ 4 8 12 പിന്നെ 16 ആണ് വരുന്നത്. 8ൻ്റെ മൾട്ടിപ്പിൾ പറയാൻ 8 16 24 അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? ഏറ്റവും ചെറിയ കോമൺ ആയിട്ട് കാണുന്ന ഏതാണ്? നമുക്ക് 8 ആണല്ലേ. അപ്പോൾ 8 ആണ്. 8 ഉണ്ട്, 16 ഉണ്ട്, പക്ഷേ ഇതിൽ ഏറ്റവും ചെറുത് 8 ആണ്. അപ്പോൾ നമ്മൾ 8നെ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് 8ലേക്ക് നമ്മുടെ 1/4നെ നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ,
1/4 8ലേക്ക് കൺവേർട്ട് ഡിനോമിനേറ്റർ 8 ആകുമ്പോൾ നമുക്കറിയാലോ 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് ഈ 8 കിട്ടുക? 2 കൊണ്ട് 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പം 1 × 2 2 ആണ്. അപ്പോൾ നമുക്ക് എന്തായി 2/8 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് 1/4ന് 2/8 എന്ന് എഴുതാം. നെക്സ്റ്റ് 1/8 അല്ലേ? ഇനി നമുക്ക് ഡിനോമിനേറ്റർ ഇവിടെ ഈക്വൽ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. 2 + 1 എത്രയാണ്? 3. 3/8. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 3/8 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 3/8 ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 3/4 + 1/6. ഇവിടെയും എന്താണ്? ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അത് കാണണമല്ലോ. ഡിനോമിനേറ്റർ നമുക്ക് ഈക്വൽ ആക്കണം. അപ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യണം? നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എഴുതാം. 3/4 + 1/6. അപ്പോൾ നമ്മൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതാണേ. ഇവിടെ 4 8, പിന്നെ നമുക്ക് എന്ത് എഴുതാം? 12 എഴുതാം. 6ൻ്റെ എഴുതാന്ന് വെച്ചാൽ 6 12 18 അങ്ങനെ പോകുന്നു. അപ്പോൾ ലീസ്റ്റ് മൾട്ടിപ്പിൾ കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? ഇവിടെ ഏറ്റവും ചെറുതായിട്ടുള്ള കോമൺ ആയിട്ട് വരുന്നത് 12 ആണ്, 12 ആണ്. അപ്പം നമുക്ക് ഇനി ഇതിനെ രണ്ടിനെയും എന്താക്കണം? 12ലേക്ക് നമുക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാന്ന് വെച്ചാൽ 3/4 ആണ്. 3/4ൻ്റെ നമുക്ക് കോമൺ ആയിട്ട് കിട്ടിയിരിക്കുന്നത് എന്താണ്? 12 ആണ്. അപ്പോൾ 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക? നമുക്ക് 3 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക. അപ്പോൾ 4 × 3 12. അപ്പോൾ നമ്മൾ ഇവിടെയും എന്ത് ചെയ്യണം? 3 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 9/12 ആണ്. ഇനി അടുത്തത് 1/6 ആണ്. 1/6നെ നമുക്ക് 12ലേക്ക് ഡിനോമിനേറ്റർ ആക്കി മാറ്റണം. അപ്പോൾ 6നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക? 2 ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 12 കിട്ടുക. അപ്പോൾ 1നെയും നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 × 2 2. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഫ്രാക്ഷൻസ് കിട്ടി. ഒരേപോലെയുള്ള ഡിനോമിനേറ്ററുള്ള രണ്ടാളെ കിട്ടി. അപ്പോൾ നമ്മൾ ഇനി എഴുതാൻ 9/12 + 2/12. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. രണ്ടും ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ്, അതുകൊണ്ട് ജസ്റ്റ് കൂട്ടിയാൽ മതി. അപ്പോൾ 9 + 2 എത്രയാണ്? 11 ആണ്. 11/12 ആണ് നമ്മുടെ ആൻസർ. എന്താണ് നമ്മുടെ ആൻസർ? 11/12. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എന്താണ് കിട്ടിയത്? 11/12. ഫസ്റ്റ് എന്തായിരുന്നു കിട്ടിയത്? 3/8. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ്? 1/3 + 2/5. എന്താണ്? 1/3 + 2/5. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ഇങ്ങോട്ട് എഴുതാം. 1/3 എഴുതാം. 1/3 + 2/5. എഗെയിൻ ഇവിടെ ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. 3യും 5ഉം നമുക്കിനി ഒരേപോലെയുള്ള ഡിനോമിനേറ്റർ ആക്കി മാറ്റണം. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് നമ്മൾ അത് ഏതാണ് കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് ഏതാണ്? 3 6 9 12 പിന്നെ 15. പിന്നെ 5 10 15. അപ്പോൾ നമുക്കറിയാം 15 ആണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ 15 കോമൺ ആണ് നമുക്ക് കിട്ടി. നമ്മൾ മൾട്ടിപ്പിൾസ് ചെയ്തപ്പോൾ 15 ആണ് കോമൺ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് 1/3നെ 15ലേക്ക് ഡിനോമിനേറ്റർ ആക്കി മാറ്റണം അല്ലേ? അപ്പോൾ 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 15 കിട്ടുക? 5 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 15 കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 1നെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5/15 കിട്ടും. ഇനി അടുത്തത് 2/5 ആണ്. 2/5നെ നമുക്ക് 15ലേക്ക് മാറ്റണം. ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണം. അപ്പോൾ 5നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 15 ആവുക? 3 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 15 ആവുക. അതേപോലെ 2നെയും നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 × 3 6/15 കിട്ടും. ഇനി നമ്മൾ രണ്ടും ഇവിടെ എഴുതാം. 5/15 + 6/15. 5/15 + 6/15. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു വെക്കാം. 6 + 5 എന്ന് പറയുന്നത് എത്രയാണ്? 6 കൂട്ടണം 5 11 ആണ്. 11/15 ആണ് നമ്മുടെ ആൻസർ. 11/15. അപ്പോൾ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ജസ്റ്റ് വൺ തിങ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്
ഈക്വൽ ആക്കണം. അതിന് നമ്മൾ മൾട്ടിപ്പിൾസ് എഴുതി നോക്കുക. എന്നിട്ട് ഏറ്റവും ചെറുതായിട്ടുള്ള മൾട്ടിപ്പിൾസാണ്, കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്ത് നോക്കാം. അടുത്തത് എന്താണ്? അടുത്തത് 1/2 + 2/5. ഓക്കെ, ഇവിടെയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഡിനോമിനേറ്റർ നമ്മൾ ഈക്വൽ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും ഇങ്ങോട്ട് എഴുതാം. 1/2 + 2/5. 2ൻ്റെ മൾട്ടിപ്പിൾസ് നമ്മൾ എഴുതി 2, 4, 6, 8, 10. ഓക്കെ, 5ൻ്റെ നമ്മൾ എഴുതാണ്. 5ൻ്റെ ഏതൊക്കെയാണ്? 5, 10. അപ്പോൾ 10 ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ 10 ആണ് നമ്മുടെ ഡിനോമിനേറ്റർ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അതിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ? 10ലേക്ക് കൺവേർട്ട് ചെയ്യണം. 2നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 10 ആവുക? 5 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 10 ആവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1നെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റു ചെയ്താലേ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ 1 × 5 5/10. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. 1/2 ൻ്റെത് 5/10 കിട്ടി. ഇനി 2/5ൻ്റെ നമ്മളിങ്ങനെ തന്നെ ചെയ്യണം. നമുക്ക് 10 ആണ് ഡിനോമിനേറ്റർ വരേണ്ടത്. അപ്പോൾ 5നെ നമ്മൾ 10 കിട്ടണമെങ്കിൽ 2 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 2നെ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് 2 × 2 4, 4/10. അപ്പോൾ നമുക്ക് 2/5ന് ഈക്വലായിട്ട് 4/10 കിട്ടി. ഇനി നമുക്ക് സിമ്പിളാണ് കാര്യങ്ങൾ. നമ്മൾ സാധാരണ നമ്പർ കൂട്ടുന്ന പോലെ 5 കൂട്ടണം 4, 5 + 4 നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് 9/10 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 9/10 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2/3 + 1/5. ഓക്കെ, 2/3 + 1/5. അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ഇങ്ങോട്ട് എഴുതാം. എന്താണ്? 2/3 + 1/5. ഇവിടെ 3യും 5ഉം ആണ് നമ്മൾ നേരത്തെ ഇതിൻ്റെ LCM കണ്ടുപിടിച്ചിരുന്നു അല്ലേ? 3, 6, 9, 3, 6, 9, 12, 15. ഓക്കെ, ഇനി 5, 10, 15. ഇത് 3ൻ്റെ മൾട്ടിപ്പിൾസ്, ഇത് 5ൻ്റെ മൾട്ടിപ്പിൾസ്. അപ്പോൾ ഇതിലേതാ കോമൺ ആയിട്ട് വരുന്ന? 15 ആണ്. അപ്പോൾ നമുക്ക് 15 ആണ് നമുക്ക് നമ്മുടെ ഡിനോമിനേറ്റർ ആയിട്ട് കിട്ടിയത്. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 15ലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 2/3നെ 15ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് 15 കിട്ടിയത്? 3 × 5 ചെയ്തപ്പോഴാണ് നമുക്ക് 15 കിട്ടിയത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? 2നെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 2 × 5 ദാറ്റ് ഈസ് 10. അപ്പോൾ 10/15 ആണ് നമുക്ക് 2/3ക്ക് ഈക്വൽ ആയിട്ട് കിട്ടിയത്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 1/5ൻ്റെ ഈക്വൽ കണ്ടുപിടിക്കണം. 1/5നെ നമുക്ക് എന്താക്കണം? 15ലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ 5നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 15 ആകുക? 3 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 15 ആകുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1നെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പം 3/15. ഓക്കെ, അപ്പോൾ സംഭവം സെറ്റായി. നമുക്ക് രണ്ടും കിട്ടി. ഇനി നമുക്ക് ഒരു കുഴപ്പമില്ല, 10ഉം 3ഉം അങ്ങോട്ട് കൂട്ടി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ 13/15. ഓക്കെ, 13/15 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻസാണ് ഇതിൽ നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടാങ്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അത് ജസ്റ്റ് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താം. അപ്പം നമുക്ക് 56ഉം 57ലും 56ലുള്ള എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. There are 2 taps to fill a tank with water. If the first tap alone is opened, the tank would fill up in 10 minutes. If the second tap alone is opened, it would take 15 minutes to fill up a tank. അപ്പോൾ അവിടെ ഒരു ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിലേക്ക് നമുക്ക് വെള്ളം വരണമല്ലോ. അപ്പോൾ അതിന് 2 കുഴലാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് കുഴലിൽ എന്താണ് തുറന്നിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ്സ് കൊണ്ട് കിട്ടും. ഈ പൈപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റ്സ് കൊണ്ടാണ് ഈ ടാങ്ക് നിറയുക. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇതിലുള്ളത്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ if the first tap alone is opened, what fraction of the tank would be filled in 1 minute? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടാപ്പാണ്. ഫസ്റ്റ് ടാപ്പ് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന 10 മിനിറ്റ്സ് എന്നാണ്. ഫസ്റ്റ് 10 മിനിറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 മിനിറ്റിൽ
അതായത് 10 മിനിറ്റ് ആവും ഇതൊന്ന് നിറയാൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് വുഡ് ബി ഫിൽഡ് ഇൻ 1 മിനിറ്റ്. 1 മിനിറ്റിൽ എത്ര നിറയുന്നു? അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കൊണ്ടാണ് ഇത് നിറയുന്നത്. 10 മിനിറ്റ് കൊണ്ടാണ് ഇത് നിറയുന്നത്. അപ്പോൾ 1 മിനിറ്റിൽ എത്രയാണ് ഇത് നിറയുക? 10 അതിൻ്റെ അതിലൊരു പാർട്ടാണല്ലോ എന്നറിയാം. അപ്പോൾ 1/10 നമുക്ക് ഈസി ആയിട്ട് എഴുതാം. 1/10 എഴുതാം. ഓക്കെ, അതായത് ഒരു പാർട്ട് ഫില്ല് ചെയ്യുന്നത് എത്രയാണ്? 1 മിനിറ്റാണ്. അപ്പം 2 മിനിറ്റ് കൊണ്ട് എന്തായിരിക്കും? 2/10 ആയിരിക്കും. 3 മിനിറ്റ് കൊണ്ട് 3/10 ആയിരിക്കും. 4 മിനിറ്റ് കൊണ്ട് 4/10 ആയിരിക്കും. 5 മിനിറ്റ് കൊണ്ട് 5/10 ആയിരിക്കും. അങ്ങനെ പോകുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 1/10 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ദ സെക്കൻഡ് ടാപ്പ് അലോൺ ഈസ് ഓപ്പൺഡ് വാട്ട് ഫ്രാക്ഷൻ വുഡ് ബി ടാങ്ക് വുഡ് ബി ഫിൽഡ് ഇൻ 1 മിനിറ്റ്. ഇനി അടുത്ത ടാപ്പ് 15 മിനിറ്റ് കൊണ്ടാണ് നിറയാന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ എന്താണ്? 1/15 ആണ് അല്ലേ? 1 മിനിറ്റ് കൊണ്ട് നിറയാം. 1/15 ആണ്. ഓക്കെ, ഇനി അടുത്തത്, ഇഫ് ദ ബോത്ത് ടാപ്സ് ആർ ഓപ്പൺഡ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടാങ്ക് വുഡ് ബി ഫിൽഡ് ഇൻ 1 മിനിറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യന് കുറച്ച് ട്വിസ്റ്റുള്ളതാണ്. ഇതേപോലെ എഴുതാൻ പറ്റില്ല, കാരണം 2 ടാപ്പും തുറന്ന് ഡാൻസിൽ എത്ര മിനിറ്റ് കൊണ്ട് ഇത് നിറയുന്ന. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താ ചെയ്യേണ്ടത്? 2 ടാപ്പും തുറന്നിട്ടാൽ, 2 ടാപ്പും തുറന്നിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? അതായത് 1/10ഉം 1/15 2 ടാപ്പും ഒന്നിച്ച് തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ഇത് എത്ര മിനിറ്റ് കൊണ്ടാണ് നിറയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കൂട്ടണം അല്ലേ? ഇത് കൂട്ടണമെങ്കിൽ നമുക്കിവിടെ എന്ത് വേണം? കോമൺ മൾട്ടിപ്പിൾ വേണം. അപ്പം 10ൻ്റെ നമ്മൾ എഴുതുമ്പോൾ 10, 20, 30 എന്ന് വരും. 15 എഴുതുമ്പോൾ 15, 30. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ലീസ്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? 30 ആണ്. അപ്പോൾ 1/10ൻ്റെ ഈക്വലായിട്ട് നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ 1/10ൻ്റെ ഈക്വലായിട്ട് നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് എന്താ വരിക? 30 അല്ല ഇവിടെ വരുന്നത്. അപ്പോൾ 10നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 30 കിട്ടുക? 3 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 30 കിട്ടുക. അപ്പോൾ നമ്മൾ 1നെ എന്തുകൊണ്ട് ചെയ്യണം? 3 കൊണ്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3/30 ആണ് ഇവിടെ 1/10ന് ഈക്വലായിട്ട് കിട്ടിയത്. നെക്സ്റ്റ് നമുക്ക് 1/15 ആണ്. 15 നമുക്ക് 30യിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 15 എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 30 കിട്ടുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 30 കിട്ടുക. അപ്പോൾ നമ്മൾ 1നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ 2/30. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് 3/30, 2/30. അപ്പോൾ ഇനി നമ്മൾ ഇത് ആഡ് ചെയ്യുക. 5/30 എന്ന് നമുക്ക് കിട്ടി. ഈ 5/30നെ നമുക്ക് എന്താ ചെയ്യുക? ഒന്ന് ചെറുതാക്കിക്കൂടെ? 5/30 എന്ന് പറയുമ്പം നമുക്ക് ഇതിനൊന്ന് ചെറുതാക്കാം. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, 5ലും 30ലും കോമൺ ആയിട്ടുള്ള എന്താണ്? 5ലും 30ലും കോമൺ ആയിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ നിങ്ങൾ പറയൂ എന്താണ്? 5/30 എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ചെറുതാക്കണം. അപ്പം 5/30ലും കോമൺ ആയിട്ടുള്ള 5 ആണല്ലേ? 5 ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, 5ൽ 5 എത്ര ടൈംസാണ് പോവുക? 1 ടൈമാണ് പോവുക. ഇനി അതേപോലെ 30ൽ എത്ര ആണ്? 6 ടൈംസാണ്. 6 × 5 ആണ് 30. അപ്പോൾ നമ്മുടെ സിംപ്ലസ്റ്റ് ഫോം എത്രയാണ്? 1/6. ഇത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തതാണ് ഈ ഒരു ടൈപ്പ് 1/6. ഇതിനെ ചെറുതാക്കാൻ നമ്മൾ എന്താണ്? ഇതിൻ്റെ ലോവസ്റ്റ് ഫോം കാണുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിനുള്ള കോമൺ ആയിട്ടുള്ള നമ്പറിനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? 1/6 ആണ്. അപ്പോൾ നമുക്ക് 1/6 പാർട്ട് എന്ന് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ എന്താ ക്വസ്റ്റ്യന്? ഇഫ് ദ ബോത്ത് ടാപ്സ് ആർ ഓപ്പൺഡ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടാങ്ക് വിൽ ബി ഫിൽഡ് എന്ന് വെച്ചാൽ 2 ടാപ്പും തുറന്നിട്ടുണ്ടെങ്കിൽ എത്ര പാർട്ടാണ്? 1/6 പാർട്ടാണ്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും കിട്ടി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ബോത്ത് ടാപ്സ് ആർ ഓപ്പൺഡ് ഹൗ മച്ച് ടൈം വുഡ് ബി ഇറ്റ് ടേക്ക് ഫോർ ദ ടാങ്ക് ടു ബി ഫിൽഡ് അപ്പ്? അപ്പോൾ നമുക്ക് എത്രയാണ്? ഒരു ടാപ്പ്, അതായത് 1/6 എത്രയാണ്? 1 മിനിറ്റ് കൊണ്ടാണ്. അതായത് 6 പാർട്ടിലുള്ള ഒരു ഭാഗം എന്നറിയാം 1 മിനിറ്റ് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ 6 പാർട്ടിൽ 2 പാർട്ട് എന്നറിയാം 2 മിനിറ്റ് കൊണ്ടാണ്. 3/6 അതായത് 3 പാർട്ട് എന്നറിയാം 3 മിനിറ്റ് കൊണ്ടാണ്. 4/6 4 പാർട്ട് എന്നറിയാം 4 മിനിറ്റ് കൊണ്ടാണ്. 5/6 അതെന്നറിയാം 5 പാർട്ട് എന്നറിയാം 5 മിനിറ്റ് കൊണ്ട്. 6/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഒരു ടാങ്ക് നിറയണമെങ്കിൽ എത്ര മിനിറ്റ് വേണം? 6 മിനിറ്റ്സ് വേണം. മനസ്സിലായല്ലോ? അത് ചെറിയൊരു ലോജിക്കാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുക, 6 മിനിറ്റ്സ് നമുക്ക് വേണം. മനസ്സിലായല്ലോ? നമ്മൾ നേരത്തെ പറഞ്ഞു ഈ 2 ടാപ്സും ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1/6 പാർട്ടാണ് 1 മിനിറ്റ് കൊണ്ട് നിറയാമെന്ന് നമ്മൾ പറഞ്ഞു.
അപ്പോൾ നമ്മൾ ഇത് മുഴുവൻ അറിയണമെങ്കിൽ നമുക്ക് എത്ര മിനിറ്റ് വേണം? 6 മിനിറ്റ്സ് വേണം. സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ പേജ് നമ്പർ 56 മുഴുവൻ പ്രോബ്ലംസ് ആണ്. ഇനി നമുക്ക് പേജ് നമ്പർ 57 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പേജ് നമ്പർ 57 അതായത് അത് ഒരു 1 എങ്ങനെ ആവാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ഫ്രാക്ഷന് 1 ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. 4 ചോദ്യങ്ങളാണുള്ളത്. ഫോർ ഈച്ച് ഫ്രാക്ഷൻ ഗിവൺ ബിലോ can you mentally calculate the fraction to be added to make it 1? അപ്പം നമ്മൾ കുറച്ച് എന്താണ് വലിയ കാൽക്കുലേഷൻ ഒന്നും ചെയ്യാണ്ട് നമ്മൾ മൈൻഡിൽ തന്നെ പറയാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ 1 എന്ന് പറയുമ്പോൾ എന്താണ്? ഏതൊരു സംഖ്യയും നമ്മൾ ഫ്രാക്ഷൻ്റെ കേസിലെടുക്കുമ്പോൾ 2/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1, 7/7 ദാറ്റ് ഈസ് ഈക്വൽ ടു 1, 8/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഈ 1ലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്രാക്ഷനോട് എത്ര ആഡ് ചെയ്യണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹോൾ നമ്പറാണ്. 2/2, 7/7, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈക്വൽ ആകുന്നതിന് നമ്മൾ 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. 1 ആകാൻ വേണ്ടി നമ്മൾ എന്താണ് ഇതിനോട് ചെയ്യേണ്ടത്? അപ്പോൾ 1 - 2/7 എന്നാണ് വരിക അല്ലേ? 1 നിന്ന് 2/7 മൈനസ് ചെയ്ത് നമുക്ക് എത്ര ആഡ് ചെയ്യണമെന്ന് മനസ്സിലാവും. ഇവിടെ 1 എന്ന് പറയുന്നത് ഇവിടെ 7/7 ആണ് അല്ലേ? 7/7 2/7 മൈനസ് ചെയ്താൽ എത്രയാണ്? നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി 7 - 2 ദാറ്റ് ഈസ് 5/7. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടതാണ് 5/7. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിയ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ഇവിടെ 2/7 എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് 7 - 2 5/7. ഇവിടെ 7 - 4 3/7. ഓക്കെ, 8 - 3 5/8, 10 - 3 7/10. ഇതാണ് സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസർ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 1 - 2/7 2/7 എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് 7/7 ആണ്. ഓക്കെ, 7/7 - 2/7 ദാറ്റ് ഈസ് 7 - 2/7 5/7. ദ ഫ്രാക്ഷൻ ടു ബി ആഡഡ് 5/7. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 4/7 ആണ്. അപ്പോൾ ടു മേക്ക് ഇറ്റ് 1 വി കാൽക്കുലേറ്റ് 1 - 4/7. അപ്പം 1 എന്ന് പറയുന്നത് ഇവിടെ 7/7 ആണ്. 7/7 - 4/7 7/7 - 4/7. അപ്പോൾ പിന്നെ നമ്മൾ 7 - 4/7 ദാറ്റ് ഈസ് 3/7. അപ്പോൾ നമ്മൾ 1 ആകാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യേണ്ടത് 3/7 ആണ്. നെക്സ്റ്റിൽ നമുക്ക് 3/8 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 - 3/8 ചെയ്തു. അപ്പോൾ 1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 8/8 - 3/8. അഗെയിൻ 8 - 3/8. 8 - 3 എന്ന് പറയുന്നത് 5/8 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്ത 3/10 ആണ്. അപ്പോൾ 3/10 എന്ന് പറയുമ്പോൾ 1 - 3/10. 1 എന്ന് പറയുന്നത് ഇവിടെ 10/10 ആണ്. 10/10 - 3/10 ദാറ്റ് ഈസ് 10 - 3/10 ദാറ്റ് ഈസ് 7/10. അപ്പോൾ നമ്മൾ 1 ആകാൻ വേണ്ടിയിട്ട് 3/10നോട് ആഡ് ചെയ്യേണ്ടത് 7/10 ആണ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് മൈൻഡിൽ ചെയ്യാനേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എഴുതിയത്. നമുക്ക് അടുത്ത പേജ് നമ്പർ 60 ഒന്ന് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് 4 പ്രോബ്ലംസ് ആണുള്ളത്. പക്ഷേ ആദ്യത്തെ പ്രോബ്ലംസിൽ തന്നെ നമുക്ക് കുറച്ച് 5 പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ പഠിച്ച തന്നെയാണ്. സമ്മ് ചെയ്യാൻ നമുക്കിപ്പോൾ ഈസി ആണല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. 5/6 + 1/3. ഓക്കെ, 5/6 + 1/3. ക്വസ്റ്റ്യൻ ഒന്ന് ഇങ്ങോട്ട് എഴുതിയെടുക്കാം. 5/6 + 1/3. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിനോമിനേറ്റർ ഒന്നും സെയിം അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സെയിം ആക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 6ൻ്റെ മൾട്ടിപ്പിൾസ് ഇങ്ങനെ ഇതാണ്. 6 12 18 അങ്ങനെ പോകുന്നു. 3ൻ്റെത് 3 6. അപ്പോൾ നമ്മുടെ ഇവിടെ 6 ആണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പോൾ 6നെ നമുക്ക് ചൂസ് ചെയ്തു. 6 ആണ് ഇനി നമ്മുടെ ഡിനോമിനേറ്റർ.
അപ്പോൾ നമ്മൾ 5/6 ഇവിടെ ഡിനോമിനേറ്റർ ആക്കേണ്ട ആവശ്യമില്ല അല്ലേ. 5/6 ഡിനോമിനേറ്റർ 6 തന്നെയാണ്. അപ്പോൾ നമുക്ക് 1/3 ഡിനോമിനേറ്റർ 6 ആവണം. അപ്പോൾ 6 കിട്ടാൻ നമ്മൾ 3 എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1നെയും 2 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 × 2 2/6. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 5/6 പ്ലസ് 1/3ക്ക് ഈക്വൽ ആയിട്ടുള്ള നമ്മൾ കണ്ടുപിടിച്ച എന്താണ്? 2/6 ആണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തു. ഇനി ഇവിടെ നോക്കൂ, 5ഉം 2ഉം നമുക്ക് ആഡ് ചെയ്യാമല്ലോ. 5 + 2/6 അപ്പോൾ 7/6. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ സിംപ്ലിഫൈ ഫോമിലേക്ക് ആക്കണം. ഓക്കെ, നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് ആക്കണം. ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. എന്താ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ന്യൂമറേറ്റർ കൂടുതലാണ് അല്ലേ, വലിയ സംഖ്യയാണ് ന്യൂമറേറ്റർ ഉള്ളത്. അപ്പോൾ ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. അപ്പോൾ നമുക്ക് എന്താക്കണം? ഇതിനൊരു മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 1ലേക്ക് അതിനെ മാറ്റാം. നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായോ? 1ലേക്കാക്കാൻ നമ്മൾ എന്ത് കുറയ്ക്കണം, എന്ത് ആഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു, പേജ് നമ്പർ 50. അപ്പോൾ നമ്മളിത് 1ലേക്കാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിനോമിനേറ്റർ എത്രയാണ്? 6 ആണ്. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ 6/6 ആണ്. ഓക്കെ, ഈ 6/6 ഇവിടുന്ന് പോയിട്ടുണ്ട്. ഈ 7ൽ 6 പോയി. പിന്നെ ബാലൻസ് അവിടെ ഉള്ളത് എന്താണ്? 1/6 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. 7/6 ആണ്. ഇവിടെ നമുക്ക് 1 എന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ വരണം. അതിന് വേണ്ടിയിട്ട് 6/6 എടുത്തു. അപ്പോൾ ഇവിടെ 7ൽ 6 പോയിട്ടുണ്ടെങ്കിൽ ബാലൻസ് 1 ആണ്, 1/6. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ 6/6 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ് അല്ലേ. അപ്പോൾ 1 + 1/6 1 + 1/6 എന്ന് പറയുന്നത് എന്താണ്? 1/6 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1/6. ഇതെങ്ങനെ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുവരെയുള്ള കാൽക്കുലേഷൻ നമുക്ക് നമ്മൾ ഓൾറെഡി എല്ലാ പ്രോബ്ലംസിലും ചെയ്തതാണ്. പുതിയതായിട്ട് വന്ന കാൽക്കുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1ലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. 1ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ ചെയ്തിട്ട് അതാണ് 6/6 എടുത്തു, ബാലൻസ് 1/6 എടുത്തു. അപ്പോൾ 1/6. വളരെ സിമ്പിൾ അല്ലേ. അപ്പം അത് ചെയ്യുക. ഇനി അടുത്ത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ്. 7/8 + 1/4. അത് നമുക്കൊന്ന് ക്വസ്റ്റ്യന് എടുത്തെഴുതാം. എന്താണ്? 7/8 + 1/4. ഓക്കെ, 7/8 + 1/4. ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്, 8ഉം 4ഉം ആണ്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. 8ൻ്റെത് നമുക്ക് 8 16, 4ൻ്റെത് 4 8. ഓക്കെ, അപ്പോൾ ഇവിടെ ലീസ്റ്റ് ആയിട്ട് വരുന്നത് 8 ആണ്. അപ്പോൾ നമുക്ക് 8ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 7/8നെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഓൾറെഡി എന്താണ്? 8 ആണ് ഡിനോമിനേറ്റർ. ഇനി നമുക്ക് 1/4നെയാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ നമുക്ക് 1/4നെ മാറ്റി നോക്കാം. 1/4 ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ 8 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താൽ 8 കിട്ടുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 8 കിട്ടുക. അപ്പോൾ നമ്മൾ 1നെയും സ്വാഭാവികമായിട്ട് എന്തുകൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 × 2 2/8. അപ്പോൾ നമുക്ക് 1/4ന് ഈക്വൽ ആയിട്ട് എന്ത് കിട്ടി? 2/8 കിട്ടി. ഇനി നമുക്ക് കൂട്ടി നോക്കാം. 2/8 നമ്മൾ കൂട്ടി. ഓക്കെ, ആഡ് ചെയ്തു. 7 + 2 7 + 2/8. 7 + 2 എന്ന് പറയുന്നത് എന്താണ്? 9/8 ആണ്. ഇവിടെയും നമ്മൾ ഇനി അടുത്ത കാൽക്കുലേഷനിൽ വരികയാണ്. ഇത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇതിനെ നമുക്കിനി മിക്സഡിലേക്ക് കാണാം. അപ്പോൾ നമുക്കിവിടെ 8 ആണ് നമ്മുടെ ഡിനോമിനേറ്റർ. അപ്പോൾ നമ്മൾ 1 എന്ന കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. 8/8 എഴുതി. അപ്പം ഇവിടെ 9 8 പോയിട്ടുണ്ടെങ്കിൽ ബാലൻസ് എത്രയാണ്? 1 ആണ്, 1/8. ഓക്കെ, ഇനി നമുക്ക് ഈ 8/8നെ എന്താക്കി എഴുതാം? 1 എന്ന കൺസെപ്റ്റിലേക്ക് കൊണ്ടുപോകാം. 1/8. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1/8. അതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് വരുന്നത് 5/6 + 1/4. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം. 5/6 + 1/4. ഇവിടെയും നമുക്ക് നോക്കാം. 6ൻ്റെ മൾട്ടിപ്പിൾ എഴുതാം. 6 12. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. കാരണം 4ൻ്റെ മൾട്ടിപ്പിൾസ് നമ്മുടെ മൈൻഡിലേക്ക് വരണം. അപ്പോൾ 4 8 12 ആണ്. അപ്പോൾ 12 ഇത് നമുക്ക് ഇങ്ങനെ എഴുതി പോകാം. 6 12 18 നമ്മൾ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 4 വരുമ്പോൾ നമുക്കറിയാം 4 8 12. ഓക്കെ,
അപ്പോൾ ഇവിടെ 12 ആണെന്ന് നമുക്കറിയാം അല്ലേ. 12നെ നമുക്ക് കിട്ടി. ഇവിടെ നമ്മൾ നേരത്തെയൊക്കെ ഇത് അതേ ഡിനോമിനേറ്റർ ആയിരുന്നു, പക്ഷേ ഇവിടെ അതല്ല, നമുക്ക് രണ്ടും മാറ്റണം. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. നമ്മുടെ 5/6 ആണ് നമുക്ക് കിട്ടിയ ഡിനോമിനേറ്റർ ഈക്വൽ ആവുന്നത് എത്രയിലാണ്? 12ലാണ്. അപ്പോൾ 6നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക. അപ്പോൾ നമ്മൾ 5നെ എന്തുകൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. എന്നാലേ നമുക്ക് ഈക്വൽ ഫ്രാക്ഷൻ കിട്ടുള്ളൂ. അപ്പം 10/12 ആണ് നമുക്ക് 5/6ന് പകരക്കാരനായിട്ട് ഈക്വലായിട്ട് കിട്ടിയത്. ഓക്കെ, സെറ്റ്. ഇനി അടുത്ത 1/4 ആണ്. 1/4നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 12ലേക്ക് മാറ്റണ്ടേ. അപ്പോൾ 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക? 1 4 4 2 4 8 3 4s are 12. അപ്പോൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ എന്തിനെ? ന്യൂമറേറ്ററിനെയും 3 കൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 × 3 3 3/12. അപ്പോൾ 1/4ന് ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? 3/12. ഓക്കെ, ഇനി നമുക്കിതൊന്ന് മായ്ച്ച് കളയാം. സ്ക്രീനിൽ സ്ഥലമല്ലേ സ്പേസ് ഇല്ല. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് 10 + 3 10 + 3. ഓക്കെ, 10 + 3/12 13/12. ഇനി നമുക്ക് 1 എന്ന കൺസെപ്റ്റിലേക്ക് വരണം. അപ്പോൾ നമ്മൾ 12/12. ഓക്കെ, ഇനി 13 12 പോയിൻ്റ് എത്ര ഉണ്ടാവും? 1 അല്ലേ ഉണ്ടാവുക. അപ്പോൾ 1/12. അപ്പോൾ 12/12 എന്ന് പറയുമ്പോൾ 1 1/2. നമ്മുടെ ആൻസർ വന്നല്ലോ, 1 1/2. നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ അങ്ങനെ ഭംഗിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എന്താണ്? 5/8 + 3 4. ഓക്കെ, 5/8 + 3 4. അതൊന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എഴുതാം. 5/8 + 3/4. ഓക്കെ, അപ്പോൾ 8ൻ്റെയും 4ൻ്റെയും മൾട്ടിപ്പിൾസ് ചെയ്താൽ 8 ഓക്കെ 16 അത് മതി. 4 8 12. അപ്പോൾ ലീസ്റ്റ് മൾട്ടിപ്പിൾ കിട്ടിയല്ലോ, 8 ആണ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് 5/8 അത് അങ്ങനെ തന്നെ എഴുതാം, കാരണം 8 ആണ് ഡിനോമിനേറ്റർ. ഓക്കെ, ഇനി നമുക്ക് 3/4നെ ചേഞ്ച് ചെയ്യാം. 3/4നെ 8ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താൽ 8 കിട്ടുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 8 കിട്ടുക. അതേപോലെ 3നെ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 3 × 2 6/8. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 5/8 3/4ന് ഈക്വലായിട്ട് നമുക്ക് എന്ത് കിട്ടി? 6/8 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അത് രണ്ടും ആഡ് ചെയ്യാണ്. 5 + 6/8. ഓക്കെ, 5 + 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5ഉം 6ഉം കൂട്ടിയാൽ എത്രയാണ്? 11 കിട്ടുക. 11/8. ഇനി നമുക്ക് 1 എന്ന കൺസെപ്റ്റിലേക്ക് എഴുതണ്ടേ. അപ്പോൾ നമ്മൾ 8ന് നമ്മൾ എടുത്തു. 8/8 1 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 11 8 ഒന്ന് ചെറുങ്ങനെ ഇവിടെ എഴുതി നോക്കരുത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. 11 - 8 എത്രയാണ്? 3/8 ആണ്. ഓക്കെ, 3 ഓക്കെ 3/8. 3 ഒന്നും ശരിയായി വരുന്നില്ല. 3/8. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതൊന്ന് മായ്ക്കാം, ഇതൊന്ന് ഇറേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടെ 8/8 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 1. നമ്മൾ 1 എന്ന കൺസെപ്റ്റിലേക്കാണ് നമ്മളിത് എഴുതേണ്ടത്. ഓക്കെ, 1. ഇനി 3/8 എന്ന് പറയുമ്പോൾ 1 3/8. ഓക്കെ, അപ്പോൾ അതും സെറ്റായി. ഇനി നമുക്ക് ഇതിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഇവിടെ നോക്കൂ, ഈ ലാസ്റ്റ് ക്വസ്റ്റ്യനിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇതുവരെ തന്ന ക്വസ്റ്റ്യൻ പോലെയല്ലത്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട കൺഫ്യൂഷൻ ഒന്നാണ്ട് ഇതിന് പെട്ടെന്ന് തന്നെ കഴിയും. ഈ 2 1/3നെയൊക്കെ നമുക്കൊന്ന് അങ്ങോട്ട് എഴുതി നോക്കാം. ഓക്കെ, 2 1/3. ഓക്കെ, 2 1/3യും പിന്നുള്ളത് 3 1/2 ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് ഹോൾ നമ്പേഴ്സാണ്, ഇത് പൂർണ്ണ നമ്പർ, അതായത് ഇതാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാലും ഈ നമ്പറിനെ നമ്മൾ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി എഴുതാം. ഇവിടെ 2ഉം 3 ആണല്ലോ ഉള്ളത്. അപ്പോൾ 2 + 3 എന്ന് എഴുതാം. ഇവരെല്ലാം ഒരു സെറ്റ്. ഇനി അടുത്ത സെറ്റ് ആരാണ്? ഈ ഫ്രാക്ഷൻസ്. ഇവരെല്ലാം ഒരു സെറ്റ്. ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2 + 3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 5 ആണല്ലേ.
പിന്നെ ഇവിടെ ഉള്ളത് 5 1/3 + 1/2 ആണ്. ഈ 1/3യും 1/2 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കോമൺ മൾട്ടിപ്പിൾ കാണുക, എന്നിട്ട് അതിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. ആ പ്രോസസ്സൊക്കെ നമ്മൾ ഇവിടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവർ രണ്ടാളെയും കൂട്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ 1/3നെയും 1/2നെയും നേരത്തെയൊക്കെ ചെയ്ത പോലെ ചെയ്യാം. 3ൻ്റെയും 2ൻ്റെയും എന്താണ് ലീസ്റ്റ് മൾട്ടിപ്പിൾ ഏതാ വരിക? നമുക്കറിയാമല്ലേ, 3 6 2 4 6 2 4 6 അപ്പോൾ 6 ആണ് വരിക. അപ്പോൾ നമ്മൾ 1/3നെ 6ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 6 കിട്ടുക. അപ്പോൾ നമ്മൾ 1നെയും എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 2/6 ആണ്. ഇനി 1/2നെ നമ്മൾ 6ലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് 3 ആണ് ഇൻറ്റു ചെയ്യേണ്ടത്. 2 × 3 6 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1നെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/6 കിട്ടും. ഓക്കെ, 3/6. ഇനി നമ്മൾ ഇതിനെന്താണ് 2ഉം 3യും കൂട്ടി, അപ്പോൾ നമുക്ക് 5/6 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം 5 + 5/6. ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ കിട്ടിയത്. 5/6. ഈ 5 പൂർണ്ണ സംഖ്യയാണ്, ഹോൾ നമ്പറാണ്. അപ്പോൾ 5 കുറച്ച് ഇതും ഒരിക്കലും കൂട്ടരുത്. 5 + 5/6. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതാ 5/6. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനത്തെ കാൽക്കുലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. ഇതിനെല്ലാം ഒരു വശത്തേക്ക് എഴുതുക. ഈ ഹോൾ നമ്പേഴ്സിനൊക്കെ ഒരു വശത്തേക്ക് എഴുതുക, ഫ്രാക്ഷന് വേറൊരു വശത്തേക്കും എഴുതുക. അപ്പോൾ 2 + 3 നമ്മൾ കൂട്ടി വെച്ചു. ഇവിടെ 5. പിന്നെ 1/3യും 1/2 ഒക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൾട്ടിപ്പിൾസ് കാണുക, കോമൺ മൾട്ടിപ്പിൾ ലീസ്റ്റ് കാണുക, എന്നിട്ട് അതിനേക്ക് കൺവേർട്ട് ചെയ്യുക. അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ നമുക്ക് 5/6 കിട്ടി. അതിങ്ങനെ സമ്മാക്കി അങ്ങോട്ട് എഴുതാം. ഓക്കെ, ഇനി നമുക്കിതിൽ ഒരു 3 പ്രോബ്ലംസും ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലംസാണ്, വളരെ ഈസിയാണ്. അതും കൂടി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. 1 jar contains 1.5 liters of milk and another contains 2.75 liters of milk. How much milk in both jar together? ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ 1 jar contain 1 and 1/2. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഉള്ള ആദ്യത്തെ ജാറിലുള്ള മിൽക്ക്. അപ്പോൾ 1.5 എന്നൊക്കെ പറയുമ്പോൾ ഇതാണ്. ഹാഫ് എന്ന് പറയുന്നത് 1/2 ആണ്. ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 1/4 ആണ്. 3/4 എന്ന് പറയുമ്പോൾ എന്താണ്? ഇതാണ് 3/4 ആണ്. ഈ ഒരു 3/4 ലിറ്റേഴ്സ് എന്നൊക്കെ ഇത് ഈ ബേസിക് ഇതൊക്കെ നമ്മൾ ഒന്ന് ഓർമ്മിച്ച് വെക്കണം. ഹാഫാണ്, ഇത് ക്വാർട്ടറാണ്, ഇത് 3/4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ജാറിൽ ഇത്ര എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് 2.75 എന്നാണ് പറഞ്ഞത്, അതായത് 2 3/4 ലിറ്റേഴ്സ്. അപ്പോൾ ആ ബേസിക് കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജാറിൽ 1/2 ലിറ്റേഴ്സ് ആണ്. സെക്കൻഡ് ജാറിൽ 2 3/4 ലിറ്റേഴ്സ് ആണ്. ഇനി ടോട്ടൽ മിൽക്കാണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്യണം. നേരത്തെ ആഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ ആഡ് ദ ഹോൾ നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ ഹോൾ നമ്പർ ആയിട്ട് 1ഉം 2 ആണുള്ളത്. അത് നമ്മൾ ആഡ് ചെയ്തു. 1 + 2 = 3. അത് നമ്മളവിടെ മാറ്റി വെച്ചു. ഇനി ഫ്രാക്ഷൻസ് ആണ്. ഇവിടെ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1/2ഉം 3/4 ആണ്. അപ്പോൾ അതിൻ്റെ കോമൺ ഡിനോമിനേറ്റർ ഏതാണ്? 4 ആണ് വരിക. അതായത് 2 4 4ൻ്റെ മൾട്ടിപ്പിൾസ് ചെയ്താൽ 4 8. അവിടെ കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ വരിക 4 ആണ്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4ലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 4ലേക്ക് കൺവേർട്ട് ചെയ്തു. 1 × 2 2/4 3/4 ഓൾറെഡി അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് രണ്ടും ആഡ് ചെയ്തു. 5/4 ആണ്. ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ നമ്മളത് പ്രോപ്പർ ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5/4 എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 5/4 നമുക്കറിയാം 4/4 + 1/4 ആണ്. അപ്പോൾ 1/4 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഈ 1/4 ഇത് ഈ ഒരു ഫ്രാക്ഷൻസ് മാത്രം ചെയ്ത സംഭവമാണ്. 1/4. നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചൊരു സാധനമുണ്ട് 3 അല്ലേ? അപ്പോൾ 3യും 1/4ഉം നമ്മൾ കൂട്ടി 3 + 1 4 1/4. അപ്പോൾ നമ്മുടെ ലിറ്റർ എത്രയാണ്? 4 1/4 മിൽക്കാണ് നമുക്കുള്ളത്. മനസ്സിലായല്ലോ? നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്ത അതുകൊണ്ടാണ്. ഇനി അടുത്തത് നോക്കാം. അടുത്തതും ഇത് തന്നെ. 2 strings of length 1.5 meters are joined end to end. What is the total length?
അപ്പോൾ 2 സ്ട്രിങ് ഉണ്ട്. ഒരു സ്ട്രിങ്ങിൻ്റെ നീളം 1.5 1 and a half എന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. അത് രണ്ടും ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ലെങ്ത് ഓഫ് ഫസ്റ്റ് സ്ട്രിങ് 1/2 മീറ്റർ, ലെങ്ത് ഓഫ് സെക്കൻഡ് സ്ട്രിങ് 1/2 മീറ്റർ. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് രണ്ടും കൂട്ടാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1/2 പ്ലസ് 1/2. ഇവിടെ നമ്മൾ ഹോൾ നമ്പറിനെ മാറ്റി വെച്ചു. 1 + 1 പ്ലസ് 1/2 പ്ലസ് 1/2. ഇവിടെ 1 + 1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2 ആണ്. ഇനി 1/2 രണ്ടും നമുക്ക് വേഗം തന്നെ കൂട്ടാം, കാരണം ഇവിടെ ഒരേ ഡിനോമിനേറ്ററാണ് വന്നത്. നമ്മൾ നേരത്തൊക്കെ ഡിഫറെൻറ്റ് ഡിനോമിനേറ്ററുള്ളത് നമ്മൾ ഈക്വൽ ഡിനോമിനേറ്ററൊക്കെ ആക്കണം. ഇവിടെ അങ്ങനത്തെ കാൽക്കുലേഷനും അല്ല, 2 ആണ് രണ്ടെണ്ണത്തിൽ വന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് അങ്ങോട്ട് കൂട്ടാം. അപ്പോൾ 1 + 1 എന്ന് പറയുമ്പോൾ 2/2 ആണ്. 2/2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ 2 + 1 3 മീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അതും സെറ്റായി. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം എന്താണ്? ലാസ്റ്റ് പ്രോബ്ലം ആണ്. ഓക്കെ, ലാസ്റ്റ് പ്രോബ്ലത്തിൽ ഹൈഡത്ത് bought 1.5 kilogram of beans, 3/4 kilograms of yam. What is the total weight? അപ്പം ബീൻസും യാമും വാങ്ങിക്കുന്ന 1/2 കിലോഗ്രാം. അപ്പോൾ നമ്മുടെ ബീൻസ് എത്രയാണ്? 1/2 കിലോഗ്രാം ആണ്. യാം എത്രയാണ്? ക്വാണ്ടിറ്റി ഓഫ് യാം 3/4 കിലോഗ്രാം ആണ്. ഇനി ടോട്ടൽ വെയിറ്റ് ആണ് നമ്മൾ കണ്ടത്. 1 + 1/2, അതായത് ഇത് 1 + 1/2 + 3/4. അപ്പം 1 നമ്മൾ അങ്ങനെ തന്നെ വെച്ചു. ഇനി 1/2 3/4 നമുക്ക് ആഡ് ചെയ്യണം. 1/2 3/4 ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കോമൺ മൾട്ടിപ്പിൾസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ്? 4 ആണ് കിട്ടുക. അപ്പോൾ 4ലേക്ക് ചേഞ്ച് ആക്കണം. 1/2നെ 4ലേക്ക് ചേഞ്ച് ആക്കണം. അപ്പോൾ 2 × 2 ആണ് 4. അപ്പോൾ നമ്മൾ മേലെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് 2/4 കിട്ടി. അപ്പോൾ നമ്മൾ 2/4 + 3/4 ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5/4 കിട്ടി. ഇവിടെ 1 ഉണ്ട് കേട്ടോ, അതിലുള്ള ഈ 1 ഇവിടെ കൂടെ തന്നെ ഉണ്ട്. 1 + 5/4. ഈ 5/4 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 4/4 + 1/4 ആണ്. അപ്പോൾ 4/4 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 1. അപ്പോൾ ആദ്യത്തെ ഒരു 1 ഇവിടെ ഉണ്ട്, ആ 1, പിന്നെ ഇതിൻ്റെ ഒരു 1 എക്സ്ട്രാ വന്നിട്ടുണ്ട്, പിന്നെ പ്ലസ് 1/4. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 1 + 1 2 1/4 ആണ് നമുക്ക് കിട്ടുക. എത്രയാണ് നമ്മുടെ ആൻസർ കിട്ടുക? 2 1/4. എങ്ങനെയാണ് വന്നത്? ഈ 1 പിന്നെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് കിട്ടിയ നമുക്ക് 1 അത് 2 ആഡ് ചെയ്തു, പിന്നെ 1/4. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പേജ് നമ്പർ 57 and 60 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് അരിത്തമാറ്റിക് ഓഫ് പാർട്സ്. അതിൽ ഒരുപാട് പേജസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് പേജ് നമ്പർ 64 ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഇതിൽ 6 ചോദ്യങ്ങളാണുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നതാഷ ഡ്രൂ എ സർക്കിൾ ആൻഡ് കളേർഡ് 5 12 of each. What fraction of the circle remains to be colored? അപ്പോൾ നതാഷ ഒരു സർക്കിൾ വരച്ചു. അതിൽ 12 പാർട്സ് ഉണ്ട്. അതിൽ 5 പാർട്സ് എന്ത് ചെയ്തു? കളർ കൊടുത്തു. ഇനി ബാക്കി എത്ര ഭാഗമുണ്ട് കളർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ 12 പാർട്സ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, 12 പാർട്സ് ആക്കിയെന്ന് വിചാരിക്കുക. അതിൽ 5 പാർട്സ് എന്താണ് കളർ ചെയ്തിട്ടുണ്ട്. ബാക്കി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 1 എന്ന് പറയുന്നത് 12/12 ആണ്. ഈ 12/12 5 പാർട്സ് എന്ത് ചെയ്തിട്ടുണ്ട്? കളർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അപ്പം നമ്മളെന്താ ചെയ്യുക? 12 - 5 എത്രയാണ്? 7/12 പാർട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കളർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ. എ ബക്കറ്റ് ക്യാൻ ഹോൾഡ് 10 liters ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് 3/4 liters. ഹൗ മച്ച് മോർ ഈസ് നീഡഡ് ടു ഫിൽ ഇറ്റ്? 10 liter ഉള്ള ഒരു ബക്കറ്റാണ്. അതിൽ 3/4 liter വെള്ളമുണ്ട്. ഇനി എത്ര ലിറ്റർ നിറയണം? അത് നിറയാൻ വേണ്ടിയിട്ട് എത്ര ലിറ്റർ വേണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റി ഓഫ് ദ ബക്കറ്റ് എത്രയാണ്? 10 liters ആണ്. ഓക്കെ, ഇനി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ദ ബക്കറ്റ് എത്രയാണ്? 3/4 ആണ് അല്ലേ? അപ്പോൾ നമ്മളിനി റിമൈനിങ് എത്ര വെള്ളമാണ് ഇനി
ഫില്ല് ചെയ്യേണ്ടത്. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നീഡഡ് ടു ഫിൽ ദ ബക്കറ്റ്, അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആകെയുള്ള വെള്ളം എന്ന് പറയുന്നത് 10 ലിറ്റേഴ്സാണ്. അതിൽ നിന്ന് നമ്മൾ 3/4 കുറയ്ക്കണം. അപ്പോൾ നമുക്കിവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ 10 ആദ്യം -3 ചെയ്യുക അല്ലേ. നമുക്ക് 10 - 3 ചെയ്യാം. ഓക്കെ, 10 - 3 എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, ഇനി നമ്മൾ 7 നിന്ന് 3/4 മൈനസ് ചെയ്യണം അല്ലേ. 7 നിന്ന് 3/4 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 6 1/4 ആണ് നമുക്ക് കിട്ടുക. ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം എ സ്ട്രിങ് 1 and 3/4 ഓഫ് എ മീറ്റർ ലോങ്, ഫ്രം എ സ്ട്രിങ്, ഒരു സ്ട്രിങ്ങിന് എത്ര മീറ്റേഴ്സ് ലോങ് ഉണ്ട്? 1 3/4 ആണ്. എ പീസ് ഹാഫ് എ മീറ്റർ ലോങ് ഈസ് കട്ട് ഓഫ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ റിമൈനിങ് പീസ്? അപ്പോൾ അതിൽ നിന്ന് 1/2 മീറ്റർ കട്ട് ചെയ്തു. അപ്പോൾ എത്ര ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യന്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എന്ന് പറയുന്നത് 1 3/4 ആണ്. അതിൽ നിന്ന് കട്ട് ഓഫ് ചെയ്തത് 1/2 മീറ്റേഴ്സാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ റിമൈനിങ് പീസ് കാണലാണ്. അപ്പോൾ 1 3/4 - 1/2, ഇവിടെ 1, ഓക്കെ, 3/4 - 1/2. ഇവിടെ നമുക്കറിയാം 1 അങ്ങനെ തന്നെ നിന്നു. 3/4 1/2 മൈനസ് ചെയ്താൽ എത്രയാണ്? 1/4 ആണ്. ഓക്കെ, അതായത് 1/4 1/4 1/4 1/4 ഇങ്ങനെ 3 1/4 ചേർന്നാണ് ഒരു 1 എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഈ 3/4 നിന്ന് ഒരു 1/4, 3/4 നിന്ന് ഏതാണ് ഈ ഒരു ഇത്രയും, അതായത് 1/2 പോയിട്ടുണ്ടെങ്കിൽ ബാക്കി അവിടെ എത്രയാണ് ഉണ്ടാവുക? അവിടെ 1/4 ആണ് ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ലോജിക്കിലൂടെ ഇത് നോക്കി ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പഞ്ചായത്ത് കൺസ്ട്രക്റ്റഡ് എ ന്യൂ റോഡ് 14 1/4 kilometers long last year. This year road 16 1/4 kilometer long was constructed. How much more was constructed this year? അപ്പോൾ കഴിഞ്ഞ വർഷം കൺസ്ട്രക്ട് ചെയ്തത് എത്രയാണ്? അതവിടെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കൺസ്ട്രക്ട് ചെയ്തത് 14 3/4 ആണ്. ഇപ്രാവശ്യം കൺസ്ട്രക്ട് ചെയ്തത് ഈ പ്രാവശ്യം ചെയ്തതെന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ 16 1/4 - 14 3/4. അപ്പോൾ നമുക്ക് 16 1/4 14 3/4 മൈനസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 16 ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 15 + 1 1/4 അങ്ങനെ പറഞ്ഞാലും 16 1/4 തന്നെയാണല്ലോ അല്ലേ. 15 + 1 1/4 - 14 3/4 എന്ന് നമ്മൾ എഴുതാം. ഇവിടെ നമ്മൾ എന്തായി? 15 1 1/4 - 14 - 3/4. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 15നെയും 14നെയും ഒരു പ്ലേസിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, പ്ലസ് 1 1/4 - 3/4. ഓക്കെ, അങ്ങനെ ചെയ്യാം. 15 - 40 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ 1 1/4 - 3/4 എന്നുള്ളത് എന്താണ്? 1/2 ആണ്. ഓക്കെ, 1/2 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 1/2 ആണ് കിലോമീറ്റർ. ഓക്കെ, ഇവിടെ നിങ്ങളെങ്ങനെ കിട്ടി ഈ 1/2 എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. 1 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 1/4 1/4 1/4 1/4. ഇതിനെയാണ് നമ്മൾ 1 1/4 എന്ന് പറയുന്നതല്ലേ. ഇവിടെ നോക്കൂ, 1 1/4 1/4 4 കൂടിയാലാണ് എന്ത്? 4/4 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. പിന്നെ ഒരു 1/4. ഇങ്ങനെ ഈ 1 1/4 5 1/4 അടങ്ങിയിട്ടുണ്ട്. ഇനി 3/4 എന്ന് പറയുന്നത് എന്താണ്? 3 1/4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 1/4 3/4 മൈനസ് ചെയ്യാണ്. അതായത് ഈ 3 അങ്ങോട്ട് കട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ 1 കട്ട് ചെയ്തു, 2 കട്ട് ചെയ്തു, 3 കട്ട് ചെയ്തു. അപ്പോൾ ഇനി ഇവിടെ എന്താ ഉള്ളത്? 2 1/4 ആണ്. ഈ 2 1/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1/4 + 1/4 എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്, 1/2. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആശാദേവ്
bought 20 meters of string. He cut off a pieces of 5 3/4 meters long first and then a piece 6 1/2 meters long later. What is the length of a string left? അപ്പോൾ ആശാദേവ് ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ട്, ആശാദേവ് എന്താ ചെയ്തത്, 20 മീറ്റേഴ്സ് സ്ട്രിങ് ഉണ്ട്. അതിൽ നിന്ന് ആദ്യം 5 3/4 കട്ട് ചെയ്തു, പിന്നെ എത്ര കട്ട് ചെയ്തു, 6 1/2 കട്ട് ചെയ്തു. ഇനി ബാക്കി എത്ര ഉണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ നമ്മുടെ എത്രയാണ്, ടോട്ടൽ ലെങ്ത് ഓഫ് സ്ട്രിങ് 20 മീറ്റേഴ്സാണ്. കട്ട് ചെയ്തത് എത്രയാണ് ടോട്ടൽ, ഒരു പ്രാവശ്യം എത്രയും കട്ട് ചെയ്തു, ഒരു പ്രാവശ്യം എത്രയും കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് കട്ട് ഓഫ്, അതായത് 5 3/4 പ്ലസ് 6 1/2 നമ്മൾ ആഡ് ചെയ്യണം. 5 പ്ലസ് 6 എന്ന് പറയുമ്പോൾ 11 പ്ലസ് ഈ 3/4 1/4 കൂട്ടി എത്രയാണ്, 12 1/4 ആണ് നമുക്ക് ഇത് രണ്ടും കൂട്ടിയിട്ട് കിട്ടിയത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഈ 20ൽ നിന്ന് ഈ 12 1/4 നമ്മൾ മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ 20ൽ നിന്ന് 12 1/4 മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ 20ൽ നിന്ന് ആദ്യം 12 മൈനസ് ചെയ്യുക, ദാറ്റ് ഈസ് 8. ഇനി 8ൽ നിന്ന് 1/4 മൈനസ് ചെയ്യുക, അപ്പോൾ നമുക്ക് എത്ര കിട്ടുക, 7 3/4 മീറ്റേഴ്സ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പേജിൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിൽക്ക് സൊസൈറ്റി ഗോട്ട് 75 1/4 liters in the morning and 55 1/2 liters in the evening. Of this 85 3/4 liters of milk is sold. How much of milk is useful? അപ്പോൾ ആദ്യം നമുക്ക് 75 1/4 ലിറ്റേഴ്സ് മോർണിംഗിൽ കിട്ടിയിരിക്കണം, 55 1/2 ലിറ്റേഴ്സ് ഈവനിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് 85 3/4 ലിറ്റേഴ്സ് സോൾഡ് ചെയ്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്. ഇതാണ് നമ്മുടെ, ഇനിയിപ്പോൾ എത്ര മിൽക്ക് ഉണ്ട് അവിടെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ഈവനിങ്ങിലും മോർണിംഗിലും കിട്ടിയ മിൽക്കിനെ ആഡ് ചെയ്ത് അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര മിച്ചം വന്നു എന്നറിയാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാം. 75 1/4 പ്ലസ് 55 1/2. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹോൾ നമ്പേഴ്സ് നമ്മൾ ഒന്നിച്ച് ചെയ്തു. 75 പ്ലസ് 55 പ്ലസ് 1/4 പ്ലസ് 1/2. ഓക്കെ, ഇനി നമ്മൾ 75ഉം 55ഉം കൂട്ടി 130, 1/4ഉം 1/2ഉം നമ്മൾ ആഡ് ചെയ്തു 3/4. അപ്പോൾ എത്ര കിട്ടി, 130 3/4 ലിറ്റേഴ്സ് നമുക്ക് ആൻസറായിട്ട് കിട്ടി. ഇനി നമ്മളെന്താണ്, നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, എത്രയാണ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 85 3/4 ആണ്. ഇനി എത്രയാണ് ലെഫ്റ്റ് ചെയ്തതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ ആൻസർ എത്രയാണ്, 130 3/4 ആണ്. അതിൽ നിന്ന് നമ്മൾ വിറ്റ പാല്, സോൾഡ് ഔട്ട് ചെയ്ത പാല് നമ്മൾ കുറയ്ക്കാണ് വേണ്ടത്. അതായത് 130 3/4 മൈനസ് 85 3/4. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 130 മൈനസ് 85 പ്ലസ് 3/4 മൈനസ് 3/4. ഓക്കെ, അപ്പം 130 മൈനസ് 85 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 45 ആണ്. 3/4 3/4 മൈനസ് ചെയ്ത 0 ആണ്. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയ, 45 ലിറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാർജറും സ്മോളറും കണക്കാക്കാനാണ്. അതും കൂടി ചെയ്ത് നമ്മുടെ ആ ഒരു ചാപ്റ്ററിലെ ഫുൾ പ്രോബ്ലംസ് നമ്മൾ ഫിനിഷ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാർജും സ്മോളും ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2/5 3/5. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷനും ഇല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ 2/5 3/5 എന്ന് പറയുമ്പോൾ 2 ആണോ 3 ആണോ ഏറ്റവും കൂടുതലുള്ളത്, 3 ആണുള്ളത്. അപ്പം നമ്മൾ എപ്പോഴും സൈന് ഏറ്റവും വലുതിൻ്റെ നേർക്കാണ് ഈ വായ ഇങ്ങനെ തുറന്ന് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, 2/5 ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്, ന്യൂമറേറ്റർ സെയിം ആണ്. കുറച്ച് ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്കൊരു കേക്ക് കിട്ടി. അതിനെ നമ്മൾ
കേക്കിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു 3 പീസാക്കി. 3 പീസാക്കി. അതിൽ നിന്ന് 2 പീസ് നമുക്ക് കിട്ടി. ഇതാണ് 2 പീസ് നമുക്ക് കിട്ടി. ഓക്കെ, 2 പീസ് കിട്ടി. ഇനി വേറൊരു കേക്കാണ്. വേറൊരു കേക്ക് 5 പീസസ് ആക്കി. 5 പീസസിൽ നിന്ന് നമുക്ക് 2 പീസ് കിട്ടി. ഓക്കെ, ഈ പീസ് കേക്കാണോ ഈ പീസ് കേക്കാണോ ഏറ്റവും കൂടുതലുള്ളത്? ഈ പീസ് കേക്കാണ്. അപ്പോൾ മനസ്സിലായല്ലോ ഇവിടെ ഏതാണ് കൂടുതലുള്ളത്? 2/3 ആണ് കൂടുതലുള്ളത് 2/5നേക്കാൾ. അപ്പോൾ ഇങ്ങനെ ഡിനോമിനേറ്റർ ഡിഫറൻറ്റും ന്യൂമറേറ്റർ ഒരുപോലെയും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ് ഏറ്റവും കുറവുള്ള ഡിനോമിനേറ്റർ ആയിരിക്കും വലുത് എന്ന് മനസ്സിലാക്കുക. അതായത് ന്യൂമറേറ്റർ എപ്പോഴും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഏറ്റവും കുറവുള്ള ഡിനോമിനേറ്ററുള്ള ഫ്രാക്ഷനാണ് ഏറ്റവും വലുത്. അതായത് ഇവിടെ 2/3 ആണ് വലുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വേറൊരു പ്രോബ്ലം 2/5ഉം 3/4ഉം. ഇവിടെ നമുക്ക് എല്ലാം വ്യത്യസ്തമാണ്. ന്യൂമറേറ്ററും വ്യത്യസ്തമാണ്, ഡിനോമിനേറ്ററും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ഡിനോമിനേറ്ററിനെ നമ്മൾ ഈക്വലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2/5ഉം അതേപോലെ 3/4ഉം ആണുള്ളത്. അപ്പോൾ 5ൻ്റെയും 4ൻ്റെയും LCM അതായത് കോമൺ മൾട്ടിപ്പിൾ 20 ആണ്. ഓക്കെ, അപ്പോൾ 2/5നെ 20ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്മൾ 2നെയും 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? h/20 ആണ് 2/5ൻ്റെ കിട്ടിയത്. ഇനി 3/4ൻ്റെ എടുക്കുക. 3/4ൻ്റെ നമുക്ക് 20 കിട്ടണമെങ്കിൽ 5 ചെയ്യണം. 4നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം, 3നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്മൾ 3നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 15 കിട്ടി. അപ്പോൾ 3/4ൻ്റെ എന്താണ് 15/20. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ഈക്വലായി. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് നമുക്ക് നോക്കാം, 8ആണോ 15ആണോ കൂടുതൽ, 8ആണോ 15ആണോ കൂടുതൽ? എപ്പോഴും എന്തായിരിക്കും 15 ആണ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും? 2/5 3/4. ഓക്കെ, ഇതാണ് മൂന്നാമത്തതിൻ്റെ ആൻസർ. ഓക്കെ, 2/5 3/4. ഓക്കെ, ഇനി അടുത്തത് ഫോർത്തിൽ നമുക്ക് നോക്കാം. ഇതേപോലെ തന്നെ എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇത് ഈക്വലൈസ് ചെയ്യാം. 2/4 3/4 3/5 ഇതാണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യന്. അപ്പോൾ ഇവിടെ 5ഉം 4ഉം 5ഉം ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈക്വൽ ആക്കണം അല്ലേ, ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണം. അപ്പോൾ 5ൻ്റെയും 4ൻ്റെയും LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ പൊതുവായിട്ടുള്ള മൾട്ടിപ്പിൾ ഏതാണ്? 20 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 20ലേക്ക് കൺവേർട്ട് ചെയ്യണം. 2/5നെ 20ലേക്ക് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഡിനോമിനേറ്ററൊക്കെ ഈക്വൽ ആക്കുക. അപ്പോൾ 2/5 നമ്മൾ എഴുതി. അപ്പോൾ 5നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 20 ആകുക? 4 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ്. ഓക്കെ, 5 × 4 20. അപ്പോൾ നമ്മൾ 2നെയും 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 2 × 4 80. ഓക്കെ, ഇനി അടുത്തത് 3/4 5/20. 3/4 എന്ന് പറയുമ്പോൾ 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താൽ 20 കിട്ടുക? 5 ആണ്. അപ്പോൾ നമ്മൾ 3നെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് 15/20 കിട്ടും. നെക്സ്റ്റ് 3/5 ആണ്. അപ്പോൾ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 3 × 4 12 കിട്ടും. അപ്പോൾ നമുക്കിവിടെ 2/5ന് ഈക്വലായിട്ട് h/20 കിട്ടി. 3/4ന് ഈക്വലായിട്ട് 5/20 കിട്ടി. 3/5ന് ഈക്വലായിട്ട് 12/20 കിട്ടി. ഇനി നമുക്ക് നോക്കിയാലോ, ഇതിൽ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ഏതാണ്? 520 ആണ്. അപ്പോൾ 520 ആണ്. പിന്നെ h/20 ആണ്. ഓക്കെ, (15/20). അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുത് ഏതാണ്? 8 ആണ്. അത് 2/5 തന്നെയാണ്. 2/5. പിന്നെ വരുന്നത് 3/5 ആണ്. 12 അല്ലേ? അപ്പം 3/5. പിന്നെ
15/20, അതായത് 3/4. ഇങ്ങനെയാണ് വരുന്നത് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എന്താണ്? 3/7, 2/9, 2/7. ഓക്കെ, അപ്പോൾ 3/7, 2/9, 2/7. 9ഉം 7ഉം ആണുള്ളത്. അപ്പോൾ LCM എന്താണ്? 63 ആണ്. ഓക്കെ, അപ്പോൾ 3/7 63ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 9 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 3 × 9 നമ്മൾ ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് 27/63 കിട്ടി. ഇനി അടുത്ത 2/9 ആണ്. അതും 63 ആണ് നമുക്ക് കിട്ടേണ്ടത്. 9 × 7 63, 2 × 7 14, 14/63. ഇനി അടുത്ത 2/7 ആണ്. 63 ആണ് നമുക്ക് കിട്ടേണ്ടത്. 7 × 9 63, 2 × 9 18. ഓക്കെ, അപ്പോൾ നമുക്ക് 3/7 ഈക്വലായിട്ട് ഏതാ കിട്ടിയത്? 27/63. 2/9 ഈക്വലായിട്ട് 14/63. ഓക്കെ, 2/7 ഈക്വലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 18/63. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുത് എന്താണ്? 14 ആണ്. അപ്പോൾ നമുക്ക് 2/9 അങ്ങോട്ട് എഴുതാം. പിന്നെ ചെറുതെന്ന് പറയുന്നത് പിന്നെ കുറച്ചുകൂടി വലുത് 18/63, അതായത് 2/7 ആണ്. നെക്സ്റ്റ് ഏറ്റവും വലുതെന്ന് പറയുന്നത് 27, അതായത് 3/7 ആണ്. ഓക്കെ, 3/7. ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി അടുത്തത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 1/2, 1/3, 2/3. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് ഇങ്ങോട്ട് മാറ്റി എഴുതാം. 1/2, 1/3, 2/3. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ LCM വരുന്ന 6 ആണ്. അപ്പോൾ 1/2ൻ്റെ 6 വരുമ്പോൾ 2 × 3 6, 1 × 3 3/6. അപ്പം 3/6 എഴുതാം. 3/6, 3/6. ഇനി 1/3 വരുമ്പോൾ 6 ആണ്. അപ്പോൾ 3 × 2 6, 1 × 2 2. അപ്പം 2/6 ആണ്. നെക്സ്റ്റ് 2/3 ആണ്. അപ്പോൾ 6 ആണ്. 2 × 2 4/6. ഓക്കെ, 4/6 ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 2/6 ആണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1/3 ആണ്. അപ്പോൾ നമുക്ക് 1/3 ഇങ്ങോട്ട് എഴുതാം. പിന്നെ 3/6 ആണ്, 1/2. പിന്നെ അടുത്തത് 4/6 ആണ്, 2/3 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റത്തെ പേജായിരുന്നു, പേജ് നമ്പർ 66. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.